സുധാകരൻ പരമചെറ്റ, പരനാറി NK പ്രേമചന്ദ്രൻ, കുലംകുത്തി TP ചന്ദ്രശേഖരൻ, ഇങ്ങനെ തുടങ്ങി കേരളത്തിൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലാതിരുന്ന, മലയാള ഭാഷയുടെ ഡിക്ഷണറിയിൽ ഇല്ലാതിരുന്ന, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇല്ല, ഡിക്ഷണറിയിൽ അങ്ങനെ വാക്കുകളില്ല. പരനാറി, വിഴുപ്പലക്കി, കുലംകുത്തി, പരമചെറ്റ, ചെറ്റ, ചെറ്റത്തരം ഇങ്ങനെയുള്ള വാക്കുകളൊന്നും മലയാള ഭാഷയിൽ പ്രയോഗിക്കുന്നതല്ല. മാത്രമല്ല, ഒരാളിന് ഭാഷാ പ്രാവീണ്യം കൂടുതലുണ്ടെങ്കിൽ അദ്ദേഹം ഭാഷ സൂക്ഷിച്ചുപയോഗിക്കും. വിദ്യാഭ്യാസം കൂടുന്നവരിൽ നിന്ന് വിവരം കൂടുതൽ സമൂഹം പ്രതീക്ഷിക്കും. തെരുവിലെ ഗുണ്ടകളോ അല്ലെങ്കിൽ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടോ നാലാംകിട രൂപത്തിൽ തല്ലുണ്ടാക്കുന്ന പിള്ളേർ ചിലപ്പോൾ തെറി വിളിക്കും, തള്ളയ്ക്ക് വിളിക്കും, തന്തയ്ക്ക് വിളിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ ഇവിടെ യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ 2 പ്രാവശ്യം ചെറ്റ എന്ന് സുധാകരനെ പറഞ്ഞു. ചെറ്റത്തരം ആണ് കാണിച്ചത്. ചെറ്റത്തരം കാണിക്കുന്നവൻ ചെറ്റ, പരമചെറ്റ. ഇതിനെതിരെ അതിശക്തമായ വിമർശനമാണ് സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വരുന്നത്. MN കാരശ്ശേരിയെ പോലുള്ള, അല്ലെങ്കിൽ ചിന്തിക്കുന്ന, സമൂഹത്തിൻ്റെ കാര്യങ്ങളോട് പ്രതികരിക്കുന്ന മുഴുവൻ ജനങ്ങളിൽ നിന്നും വലിയ പ്രതികരണമാണ് ഉണ്ടായത്. എന്നാൽ KR മീര അടക്കമുള്ള, വൈശാഖൻ ഉൾപ്പെടെയുള്ള, അശോകൻ ചെരുവിൽ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ഫോൾഡറിൽ വല്ലാതെ ഭ്രമിച്ച് നടക്കുന്ന സാഹിത്യകാരന്മാരിൽ നിന്നോ സാഹിത്യകാരിൽ നിന്നോ ഒരു കമ എന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല. കമ എന്ന് പറഞ്ഞൊരക്ഷരമല്ല, കാറ്റുമ, കാ മുതൽ മാ വരെ, അത് ഒരു 51 അക്ഷരത്തിന് തുല്യമാണ്. അപ്പോൾ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. വളരെയധികം സാംസ്കാരികമായ ഒരു മുഖ്യമന്ത്രി. പിന്നെ അദ്ദേഹം ഒരു ഡയലോഗ് അടിച്ചു, പാർട്ടി എൻ്റെ അമ്മയെപ്പോലെ. ഓരോരുത്തർക്കും പാർട്ടി അമ്മയെപ്പോലെയാണ്. ഓരോരുത്തർക്കും അദ്ദേഹത്തിന് അമ്മയെ ആരെങ്കിലും തെറി പറഞ്ഞാൽ ഞങ്ങൾ തെറി പറയും. അമ്മയെ അച്ഛൻ തെറി പറഞ്ഞാലോ? അമ്മയെ മക്കൾ തെറി പറഞ്ഞാലോ? കുടുംബത്തിൽ നിന്ന് വഴക്കുണ്ടായി, അമ്മയോടോ ആവട്ടെ മക്കളോടോ ആവട്ടെ ആരോടെങ്കിലും വഴക്കുണ്ടാക്കി കുടുംബത്തിലെ ഒരു സഹോദരനോ സഹോദരിയോ ഇറങ്ങിപ്പോയാലോ, കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുകയോ ഇറങ്ങിപ്പോവുകയോ ചെയ്താൽ അവരെ തെറി വിളിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ചെറ്റത്തരത്തിൻ്റെ ലിസ്റ്റ് എടുത്താൽ എനിക്കങ്ങനെ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ലേ ഇന്ത്യയിൽ കാണുകയുള്ളൂ. അതിൽ നിന്ന് പിളർന്നിട്ടല്ലേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. അപ്പോൾ ആ പോയവരെല്ലാം ചെറ്റകളാണോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ അമ്മയെ കളഞ്ഞിട്ട് സ്വാതന്ത്ര്യ സമരം പോലും നേടിത്തരുന്നതിൽ മുന്നിൽ നിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയ EMS അടക്കമുള്ള, SA ഡാങ്കെ അടക്കമുള്ള, BT രണദിവെ അടക്കമുള്ള എല്ലാവരും ചെറ്റകളാണോ? പരമചെറ്റകളാണോ? കുലംകുത്തികളാണോ? തെമ്മാടികളാണോ? വഴിമുടക്കികളാണോ? ഒരിക്കലും അല്ലല്ലോ. ഇനി CPI ഉണ്ടായതിനു ശേഷം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതിനു ശേഷം അതിൽ നിന്ന് CPM ഉണ്ടാകുന്നുണ്ട്. കുറച്ച് പേർ ഇറങ്ങി വന്ന് CPM ഉണ്ടാകുന്നുണ്ട്. ആ ഇറങ്ങി വന്നവരെല്ലാം ചെറ്റകളാണോ? അങ്ങനെയാണെങ്കിൽ EMS എത്ര പ്രാവശ്യം ചെറ്റത്തരം കാണിച്ചു? കോൺഗ്രസിൽ നിന്ന് മാറി. പിന്നെ അത് കഴിഞ്ഞ് CPIയിൽ നിന്ന് CPI മാറി CPMലേക്ക് പോയി. എത്ര പ്രാവശ്യം ചെറ്റത്തരം കാണിച്ചു? അതുപോലെ ഓരോരുത്തരും. ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ നിങ്ങൾ പറയുന്ന വലിയൊരു വാക്കാണ് വർഗവഞ്ചക. എന്ത് വർഗം? ഇപ്പോൾ തൊഴിലാളി വർഗം എന്നൊക്കെ പറയുന്നതൊക്കെ പോയിട്ട് കാലം എത്രയായി? പാർലമെൻറ്റ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു കോർപ്പറേറ്റ് പാർട്ടിയായി എല്ലാ പാർട്ടികളും മാറി നിൽക്കുന്ന പുതിയ കാലത്ത് എന്ത് സോഷ്യലിസം, എന്ത് തൊഴിലാളി വർഗം? എന്താണ് മുഖ്യമന്ത്രി പറയുന്നത്? അങ്ങ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും അങ്ങനെ പറയാൻ പാടില്ല. അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറം താങ്കൾ മുഖ്യമന്ത്രിയാണ്, എല്ലാവരുടെയും കൂടി മുഖ്യമന്ത്രിയാണ്, സുധാകരൻ്റെയും കൂടി മുഖ്യമന്ത്രിയാണ്. സുധാകരൻ പാർട്ടി വിട്ടു പോയത് മോശമായി പോയി, ഓക്കെ, അല്ലെങ്കിൽ അത് ശരിയായില്ല, പാർട്ടി നിൽക്കേണ്ടതായിരുന്നു, അങ്ങനെയൊക്കെ താങ്കൾക്ക് വളരെ പോളിഷ് ചെയ്തൊരു ഭാഷയിൽ പറയാം. ഒരാൾ
ഒരു ഭാഷാ പ്രയോഗത്തിലൂടെ മോശമായൊരു ഭാഷ പ്രയോഗിക്കുമ്പോൾ അപമാനിതനാകുന്നത് അയാൾ തന്നെയാണ് എന്ന് സ്വയം തിരിച്ചറിയുന്നത് എന്നാണോ അന്നാണ് മനുഷ്യർ നന്മയിൽ മാനവനാകുന്നത്. എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരുപാട് ഭാഷ അറിയാമായിരിക്കും. ഒരാൾ നമ്മളെ തല്ലാൻ വരുമ്പോൾ നമ്മൾ തിരിച്ച് അതേ ഭാഷ അതിനേക്കാൾ വലിയ ഭാഷ ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് നമ്മളാവുന്നത്. അല്ല, ഭാഷ അറിയാഞ്ഞിട്ടല്ല, ഒരുപാടറിയാം. ഒരു സാധാരണ വിദ്യാഭ്യാസമുള്ള ആളിനേക്കാൾ ശരാശരി രാഷ്ട്രീയക്കാരനേക്കാൾ വലിയ കടുത്ത ഭാഷ പിണറായിക്ക് അറിയാമായിരിക്കും. പക്ഷേ ആ ഭാഷ പറയാതിരിക്കലാണ് മിസ്റ്റർ പിണറായി വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങയുടെ സംസ്കാരം. അത് ശരിയായില്ല. സുധാകരനെതിരെയുള്ള പ്രയോഗം ഞാൻ ചോദിച്ചു, ഇതേ പ്രയോഗം EMS-നെതിരെ പറയുമോ, BT രണദിവരയ്ക്ക് പറയുമോ, SA ഡാങ്കിക്ക് അജയ് ഘോഷിനെതിരെ പറയുമോ? എത്ര ആയിരക്കണക്കിന് ആളുകളാണ്, എത്ര പേരാണ് ഓരോ പാർട്ടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി CPI CPM എന്നൊക്കെ പറഞ്ഞു നിന്ന്. ഇനി മറ്റൊരു കാര്യമുണ്ട്, എത്രയോ പേർ CPM-ൽ വന്നു. അപ്പോൾ CPM-ലേക്ക് ആരെങ്കിലും വന്നാൽ അവരെല്ലാം പുണ്യാളന്മാരും, CPM-ൽ നിന്ന് ആരെങ്കിലും പോയാൽ അവരെല്ലാം വർഗവഞ്ചകരും ചെറ്റകളും കുലംകുത്തികളും പിന്നെ വിഴുപ്പലക്കികളും കടക്കടാപ്പുറത്തെന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് താങ്കളുടെ വായിൽ നിന്നത് വരാൻ പാടില്ലായിരുന്നു. അത് വളരെ പ്രതിഷേധാർഹമാണ്. ഈ ഇലക്ഷൻ സമയത്ത് ഒരുപക്ഷെ കേരള സമൂഹം ചർച്ച ചെയ്യുന്നത് പിണറായി വിജയൻ്റെ വികസനമായിരിക്കില്ല, പിണറായി വിജയൻ്റെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തു നിറഞ്ഞ വർത്തമാനങ്ങളായിരിക്കും. അതായിരിക്കണം. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് കേവലം കുറേ ഭക്ഷണം കൊടുക്കലും റോഡ് പണിയലും കെട്ടിടങ്ങൾ ഉണ്ടാക്കലുമല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് മറ്റൊരു സീമയാണ്, മറ്റൊരു മേഖലയാണ്. അതിൻ്റെ അതിരുകളില്ലാതാക്കി കളഞ്ഞാൽ, അതിൻ്റെ സ്വാതന്ത്ര്യമില്ലാതാക്കി കളഞ്ഞാൽ, അതിൻ്റെ മനോഹാരിത ഇല്ലാതാക്കി കളഞ്ഞാൽ, ഒരാളിന് ഇഷ്ടമുള്ള പാർട്ടിയിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ളപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറങ്ങാനും ഇറങ്ങാനും കയറാനും ഒക്കെയുള്ള അവസരത്തെ എല്ലാമുണ്ട്. അത് ജനാധിപത്യത്തിൽ അനുവദിച്ചിട്ടുള്ളതാണ്. അതൊക്കെ സഹിഷ്ണുതയോടുകൂടി കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം സാർത്ഥകമാകുന്നത്. പോകുന്നവർ തീരുമാനിക്കട്ടെ, അവർ ചെറ്റത്തരമാണോ ചെയ്തത്, നല്ല തരമാണോ ചെയ്തതെന്ന്. ബാക്കി നിൽക്കുന്നവർ അഭിപ്രായം പറയുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ കാലം നിങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയും. എന്തുകൊണ്ട് 100ഓളം രാഷ്ട്രങ്ങളിൽ, 100 വന്നില്ലെങ്കിൽ ഒരു 50-ലധികം രാഷ്ട്രങ്ങളിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഇന്ന് ലോകത്ത് നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അധികാരം കയ്യിൽ വന്നാൽ ഇതുപോലുള്ള ചെറ്റത്തരം വർത്തമാനങ്ങളും. മുഖ്യമന്ത്രിയാണെന്നുള്ള സ്ഥാനം പോലും മനസ്സിലാക്കാതെ സാംസ്കാരിക കേരളത്തിന് അപമാനമായ ഒരു വർത്തമാനമാണ് താങ്കൾ പറഞ്ഞത്. എന്നാൽ വിനു വി ജോണിനോടും താങ്കളെ ഇൻ്റർവ്യൂ ചെയ്ത സുജിയ പാർവതിയോടും അതുപോലെ സിന്ധു സൂര്യകുമാറുമൊക്കെ ഒരു ചോദ്യം താങ്കളോട് ചോദിച്ചില്ല. പാർട്ടിയിൽ 2 ടേം ഞങ്ങൾ മത്സരിച്ചവരെയും 70 വയസ്സ് കഴിഞ്ഞവരെയും ഞങ്ങൾ ഒഴിവാക്കുന്നു എന്ന് പണ്ടും തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, താങ്കൾക്കിത് ബാധകമല്ലേ എന്നൊരു ചോദ്യം ചോദിക്കാൻ ആർജവമുള്ള ഒരു പ്രവർത്തകയും കേരളത്തിൽ ഇല്ലാതെ പോയി എന്നുള്ളതാണ് പിണറായി വിജയനേക്കാൾ ഞാൻ ഭയക്കുന്ന കേരളം. പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ ചെറ്റത്തരമെന്ന് പറഞ്ഞതൊരു ചെറ്റത്തരമല്ലേ, ആ ഭാഷ ഉപയോഗിക്കാമോ എന്ന് ചോദിക്കാത്ത പത്രപ്രവർത്തക അവരിലാണ് ഞങ്ങൾക്ക് ഭയം. ഇത് കേരളമാണ്, ജനാധിപത്യം അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ സാംസ്കാരിക നവോത്ഥാനമൊക്കെ നടന്നു എന്ന് പറയരുത്. യാതൊരു ഉളുപ്പുമില്ലാത്ത, ഒരു സഹിഷ്ണുതയുമില്ലാത്ത ഒരു പുതിയ ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി ഇനിയും ചെറ്റത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും.